ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പങ്കെടുത്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് PS പ്രശാന്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാലോ 2019 ഈ പത്മകുമാറിന് വീണ്ടും ഒരു 2 വർഷം കൂടെ കൊടുക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തിനാണ് ഈ നമ്മുടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന വിഷയത്തിൽ ഇദ്ദേഹം സർക്കാരിനെതിരായിട്ടുള്ള 2-3 ഡയലോഗുകൾ പറഞ്ഞത്. അതോടുകൂടിയാണ് അത് കൊടുക്കാതെ പോയത്. ഇപ്പോൾ ആ PS പ്രശാന്തിനും 2025 നവംബർ ആകുമ്പോഴത്തേനും കാലാവധി പൂർത്തിയാവുകയാണ്. ഈ പൂർത്തിയാവുന്നതോടുകൂടി വീണ്ടും ഒരു വട്ടം കൂടി കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ സ്വർണ്ണപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പണിയിൽ ചിലപ്പോൾ ഇത് തെറിച്ചു പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? എന്ത് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട്? തെറിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര ശക്തമാണ് പിണറായി വിജയൻ്റെ ക്ലൗട്ട്. നമ്മൾ കാണുന്നതല്ലേ, SNC ലാവലിൻ കേസ്, മാസപ്പടി കേസ്, സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് കേസ്, ഇതെല്ലാം അത്ഭുതകരമായിട്ടുള്ള മെയ് വഴക്കത്തോടു കൂടി രക്ഷപ്പെടുന്ന ആളാണ്. അപ്പോൾ അവിടം വരെ എത്തില്ല. പിന്നെ ഗോവിന്ദൻ പറഞ്ഞത് ശരിയാണ്, സൂര്യനാണ്. അതിനു മുമ്പ് തന്നെ കരിഞ്ഞു പോവും, ചിറകറ്റ് പോവും. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറം ഇതിനെ മറികടക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ തന്നെ തീരുമാനിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.